ചന്ദനമഴയുടെ പുതിയ എപ്പിസോഡ് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. കണ്ണിൽ നിന്നും സ്നേഹമെന്ന വെണ്മ മാഞ്ഞു പോയാൽ പിന്നെ ഇരുട്ടാണ്, വെറുപ്പിന്റെ കുറ്റാക്കുറ്റിരുട്ടാണ്. അതെ, ഇവരെല്ലാം ഇരുട്ടിൽ തപ്പുകയാണ്, തൊട്ടടുത്തുണ്ടായിരുന്ന ബന്ധങ്ങളെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ആ വെളിച്ചം ഇനി ഇവിടേക്ക് എന്ന് കടന്നു വരും. ഈ തൊപ്പിയുടെ വീഡിയോ ഞാൻ ഇനിയും ചെയ്യണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നുമക്കളെ, ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും തുറക്കാൻ പറ്റത്തില്ല. തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ, അവൻ കഞ്ചാവ് അടിച്ചു, ഇവൻ ഡ്രഗ് അടിച്ചു, അവൻ്റെ വീട്ടിൽ കഞ്ചാവ് കയറ്റി, ഇവൻ്റെ വീട്ടിൽ കഞ്ചാവ് കയറ്റി, ഇത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലി ഇവന്മാരും. എന്നാൽ പിന്നെ ഇവർ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചു. എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ ഈ ലൈവിൽ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് സംസാരിക്കുന്നതിന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധമുണ്ടോ? ഈ ലൈവിൽ വന്നിട്ട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഈ കഞ്ചാവ്, ഡ്രഗ്, പോക്സോ കേസ് ഇതൊക്കെ സംസാരിക്കുമ്പോൾ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാണ്. ഇത് പോലീസ് കേസ് ആയി കഴിഞ്ഞാൽ നിൻ്റെ ഒക്കെ മൊബൈലും സിസ്റ്റം എന്തൊക്കെ നീയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതെല്ലാം പൊക്കി കഴിയുമ്പോൾ എന്തെങ്കിലും തെളിവ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലീസുകാർ അടപടലം ലോക്ക് ചെയ്യും. അപ്പോൾ വെറുതെ ജീവിതം കളയേണ്ട ആവശ്യമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെളിവുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ കഞ്ചാവ് അടിക്കുന്ന, ഡ്രഗ് യൂസ് ചെയ്യുന്നത്, പിന്നെ പോക്സോ കേസ്, ഇതിൻ്റെയൊക്കെ തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോകാം. പോയി കേസ് കൊടുത്തിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ട് പറയുക, ഞാൻ ഇവൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഞാൻ ഇന്ന തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പറയാം. അല്ലാതെ വെറുതെ നിങ്ങൾ വന്നിട്ട് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ലൈവിൽ വന്നിരുന്നിട്ട് അവൻ്റെ കയ്യിൽ അതുണ്ട്, ഇന്ന തെളിവുണ്ട്, ഇങ്ങനൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേസ് കൊടുക്കുക. രണ്ടുപേരും വെറുതെ ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ചെറുപ്പക്കാരാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്. എൻ്റെ കയ്യിൽ തെളിവുണ്ട്, അവൻ്റെ കയ്യിൽ തെളിവുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തെളിവ് കാണിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കഞ്ചാവും ഡ്രഗും ഒക്കെ യൂസ് ചെയ്യുന്നെന്ന് പറയുക. വെറുതെ ആവശ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് വിഷയം വഷളാക്കി കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുള്ളവന്മാരെല്ലാം ബാധിക്കും. ഇപ്പോൾ തൊപ്പിയേയും ബാധിക്കും, ഈ പറഞ്ഞ മമ്മു, ജാസി, പിന്നെ അതേപോലെ തന്നെ ഷമീർ എന്ന് പറഞ്ഞ പയ്യൻ, ഇങ്ങനെയുള്ള ഈ 3 പേരെ പിടിക്കും. പോലീസുകാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം പൊക്കും. അപ്പോൾ വെറുതെ വിഷയം വഷളാക്കാതെ മൊത്തത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നിങ്ങളുടെ വിഷയമാണ് ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പരസ്പരം വിളിച്ച് സംസാരിച്ച് തീർക്കുക. അല്ലാതെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഡ്രഗ്, കഞ്ചാവ്, അത് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നൊന്നും പറയല്ലേ. അതൊക്കെ മണ്ടത്തരമാണ്. ബോധം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കില്ലേ. ഇതിനൊക്കെ കേസുകളുള്ളതാണ്, നിങ്ങളുടെ കൈ നിൽക്കത്തില്ല.